ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ജേണി വിത്ത് ലുഫിന. ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു സിമ്പിൾ ആൻഡ് ടേസ്റ്റി സാമ്പാറിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ വീഡിയോ കാണുന്നതെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. ആദ്യമായി തന്നെ പാൻ അടുപ്പത്ത് വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. എണ്ണ ചൂടാവുമ്പോഴത്തേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. ഒരു സിമ്പിൾ സാമ്പാർ റെസിപ്പിയാണ്. സിമ്പിൾ ആണെങ്കിലും നല്ല ടേസ്റ്റിയാണ്. ഇനി ഇതിലേക്ക് ഉലുവ ചേർത്ത് കൊടുക്കാം. ഉലുവാപ്പൊടി ചേർക്കുന്നവർക്ക് ലാസ്റ്റ് ഉലുവാപ്പൊടി ചേർത്താൽ മതി. ഞാൻ ഉലുവ ആണ് ചേർക്കുന്നത്. കുറച്ച് കറിവേപ്പില. ഇനി ഇതിലേക്ക് വെണ്ടയ്ക്ക, സവാള, വഴുതനങ്ങ, പച്ചമുളക് ഇതൊക്കെ നമ്മൾ വേവിക്കുന്നതിൻ്റെ കൂടെ ഇട്ടല്ല വേവിക്കുന്നത്, അല്ലാതെ വഴറ്റിയെടുക്കുകയാണ്. ഇതെല്ലാം കൂടെ ഇട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇതിൻ്റെ കൂടെ കുറച്ച് കൊച്ചുള്ളിയും കൂടി ഇട്ടാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. നമുക്ക് കുറച്ച് കൊച്ചുള്ളിയും കൂടെ ഇട്ട് കൊടുക്കാം. സവാളയും വഴുതനങ്ങയും വെണ്ടയ്ക്കയും കൊച്ചുള്ളിയൊക്കെ നല്ല വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഈ വെന്ത് വന്ന പച്ചക്കറി നമ്മൾ സൈഡിലോട്ടൊന്ന് മാറ്റി വെച്ചിട്ട് ഇതിലേക്ക് ആവശ്യമായ മുളക് പൊടിയും മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കണം. നമ്മുടെ എരിവിനെ അനുസരിച്ച് നമുക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. എരിവ് കുറച്ച് വേണ്ടവർക്ക് കുറച്ച് മുളക് പൊടി ചേർത്താൽ മതി. കുറച്ച് മല്ലിപ്പൊടിയും കൂടെ ചേർക്കാം. ഇതൊന്ന് നല്ലവണ്ണം ചൂടാക്കിയെടുക്കാം. ഇതിൻ്റെ ഉള്ളിട്ടൊന്ന് വഴറ്റിയെടുക്കാം. മുളക് പൊടിയുടെയും മല്ലിപ്പൊടിയുടെയൊക്കെ പച്ചമണം മാറുന്നിടം വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. നമുക്കിതിലേക്ക് വേവിച്ച് വെച്ച പച്ചക്കറി ചേർത്ത് കൊടുക്കാം. ഉപ്പും മഞ്ഞൾപ്പൊടിയും തുവരയും മറ്റുള്ള പച്ചക്കറികളും ചേർത്ത് വേവിച്ചെടുത്തത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതും കൂടെ നമുക്ക് ഈ അരപ്പിലേക്ക് ചേർത്ത് കൊടുക്കണം. സാമ്പാറിന് കളറ് വേണ്ടവർ കുറച്ചും കൂടെ മുളക് പൊടി ചേർത്താൽ മതി. ഇതിലേക്ക് കുറച്ച് കായപ്പൊടി ചേർത്ത് കൊടുക്കാം.
കായത്തിൻ്റെ ഫ്ലേവർ ഇഷ്ടമുള്ളവർക്ക് കുറച്ച് കൂടുതൽ കായം ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടെ ലാസ്റ്റ് ഇട്ട് കൊടുക്കാം. നമുക്ക് ഇതിലേക്ക് കുറച്ച് പിഴുപുളി പിഴിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മുടെ പുളിയുടെ അളവ് എങ്ങനെയാണെന്ന് വെച്ചാൽ അതനുസരിച്ചിട്ട് നമുക്ക് പുളി പിഴിഞ്ഞത് ചേർത്ത് കൊടുത്താൽ മതി. പുളിയുടെ ഫ്ലേവർ ഇഷ്ടമല്ലാത്തവർക്ക് പുളി ചേർക്കണ്ട, കുറച്ച് തക്കാളി കൂടുതൽ അരിഞ്ഞിട്ടാൽ മതി. നമുക്ക് കുറച്ച് മല്ലിയിലയും കൂടെ നമ്മുടെ സാമ്പാറിൽ ഇട്ട് കൊടുക്കാം. സിമ്പിൾ ആൻഡ് ടേസ്റ്റി സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ കാണും വരേക്കും ബൈ.